ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായ അക്ബറിൻ്റെ പ്രൊഫൈലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. തൃശൂർ സ്വദേശിയായ പിന്നണി ഗായകനും സംഗീതജ്ഞനുമാണ് അക്ബർ ഖാൻ. വിവിധ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം 2025 ഓഗസ്റ്റിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായി വരികയായിരുന്നു. സംഗീത ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് അക്ബർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. കടങ്ങൾ വീട്ടുന്നതിനും കുടുംബത്തെ സഹായിക്കാനും വേണ്ടി JCB ഡ്രൈവറായും ഊബർ ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു. മൈലാഞ്ചി, പട്ടുറുമാൾ തുടങ്ങിയ സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അക്ബർ ശ്രദ്ധ നേടുന്നത്. പിന്നീട് സരിഗമപ കേരളം എന്ന റിയാലിറ്റി ഷോയിൽ സീസണിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമെന്ന അംഗീകാരവും ലഭിക്കുകയായിരുന്നു. റിയാലിറ്റി ഷോകളുടെ വിജയത്തിനു ശേഷം മാർഗംകളി, എടക്കാട് ബറ്റാലിയൻ തുടങ്ങിയ സിനിമകളിൽ പിന്നണി ഗായകനായി. ഗോപി സുന്ദർ, ഷാൻ റഹ്മാൻ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി ഗസലുകൾ, ഖവാലി, പോപ്പ്, ബോളിവുഡ് തുടങ്ങിയ വിവിധ സംഗീത ശൈലികളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ പുതിയ ഗായകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന മെൻറ്റർ കൂടിയാണ് അക്ബർ. ലോ ക്ലാസ് എന്ന സ്വന്തം പാട്ട് പാടിക്കൊണ്ടാണ് അക്ബർ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചത്. ഷോയിലെ തൻ്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളാലും വിവാദങ്ങളാലും അക്ബർ ശ്രദ്ധേയനായി. സഹമത്സരാർത്ഥിയായ രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വലിയ വിവാദമായി. ചില തർക്കങ്ങൾക്കിടയിലും പക്വതയും ബുദ്ധിപരവുമായ നീക്കങ്ങളിലൂടെയാണ് അക്ബർ ആരാധകരുടെ പ്രീതി നേടിയത്. ഫാമിലി വീക്കിൽ അമ്മയും ഭാര്യയും ബിഗ് ബോസ് വീട്ടിലെത്തിയത് അക്ബറിനെ ഏറെ വൈകാരികമായി സ്പർശിച്ചു. അദ്ദേഹത്തിന് പിന്തുണയുമായി ഭാര്യയും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ അറിയാനും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.